ഇത് $10 ലക്ഷം അല്ലേ? $10 ലക്ഷം തന്നെ സംഭവം നമ്മൾ കറക്റ്റായിട്ട് ചേട്ടനോട് ചോദിക്കും കാര്യം. ചേട്ടാ ഇതിന്റെ സംഭവം ഇപ്പോൾ $10 ലക്ഷം എന്നാണ്. അതായത് 1 മില്യൺ, അതായത് 10 ലക്ഷം. അപ്പോൾ നമ്മുടെ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എത്ര രൂപയായിരിക്കും നമ്മുടെ? 71 രൂപ വരെ ഉണ്ട്. 71 രൂപയാണെന്ന്. 75. അപ്പോൾ കറക്റ്റ് കണക്ക് പറയുമ്പോൾ എത്രയായിരിക്കും? ഏകദേശം ഒരു 7.5 കോടി ആ റേഞ്ച് വരും. വലിയ 2 സൂട്ട്കേസായിട്ട് പോകേണ്ടി വരും. ആണല്ലേ? 7 കോടി പുറത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പണിക്കൊന്നും പോകേണ്ട വരത്തില്ല. 2000 നോട്ടായിട്ട് തരാൻ പറഞ്ഞാൽ മതി. ആണല്ലേ? നോട്ട് തരുമ്പോഴത്തേന് നീ ഉറക്കത്തിൽ നിന്ന് കാണണം. ചേട്ടാ, അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് സംശയം ഉണ്ടായിരിക്കും. ഈ 10 ലക്ഷം അതായത് $1 മില്യൺ ആണ് ഇരിക്കുന്നത്. ഇന്ത്യയിലെ ഡീലേഴ്സ് വിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡീലർ പ്രൈസ് നിൽക്കണം 50 രൂപ. 50 രൂപ. അതായത് ഡീലർമാർ വിൽക്കുന്ന ഒരു സാധനമാണ്. ചേട്ടൻ അവിടെ എഴുതി വെച്ചേക്കുന്നത് 50 രൂപ. ഇത് ഡീലറിന്റെ പ്രൈസ് ആണ് 50 രൂപ. കാരണം ഇതൊരു ഫാൻസി നോട്ടാണ്. ഇത് നോവൽറ്റി ഐറ്റം എന്ന് പറയും. യുഎസിലൊക്കെ നോവൽറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രാങ്കിന്റെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കില്ലേ, മീശ അല്ല അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ ഈ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഗണ്ണൊക്കെ. അതുപോലെയുള്ള ഒരു ഫേക്ക് മണി ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇത് 1 മില്യൺ എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ വന്നിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ 100 ഇപ്പോഴും നിങ്ങൾ ebay.com നമുക്ക് നമ്മുടെ eBay നിർത്തലാക്കി. ebay.com-ലോ Amazon.com-ലോ നോക്കിക്കഴിഞ്ഞാൽ $1 മില്യൺ ഫാന്റസി മണി ടോയ് മണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 100ന്റെ ബണ്ടിൽ $10 കിട്ടും. അതായത് ഇതിലെ 100 എണ്ണം 700 രൂപയ്ക്ക്. ഇങ്ങനെ നമുക്ക് അടിക്കുന്ന ലീഗലാണോ സാധനം? കാരണം ഇല്ലാത്തതല്ലേ. ഇപ്പൊ നമ്മൾ ഒരു 10,000 രൂപ ഇന്ത്യയുടെ നോട്ട് അടിച്ചെന്ന് വെച്ചു, നമുക്ക് 10,000 രൂപ നോട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. 2000 രൂപ നോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കുറ്റക്കാരായി. പക്ഷെ ഇതൊരു 10,000 രൂപ നോട്ട് ഇല്ലാത്തൊരു നോട്ട് അടിക്കുമ്പോഴേ ഇപ്പൊ ഇത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഡോളറിന്റെ അതേ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. സാന്റാ ഡോളർ ശരിക്കുള്ള ഡോളർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ശരിക്കുള്ള ഡോളറിന്റെ പുറത്ത് സ്റ്റിക്കർ ചെയ്തും സ്റ്റാമ്പ് ചെയ്തും ഒക്കെ വരുന്ന സാധനങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നില്ല, മാർക്കറ്റിലോട് തിരിച്ചു വരുന്നില്ല. ഇതിന്റെ പേരിൽ ഒത്തിരി തട്ടിപ്പുകളും കാര്യങ്ങളും ഒരുപാട് തട്ടിപ്പുകൾ. ഇതിന് സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ള എന്റെ 2-3 ഇരിപ്പുണ്ട്. ഒന്ന് കാണിച്ച് ചേട്ടന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച്. നിങ്ങളുടെ എന്റെ കയ്യിലിരിക്കുന്ന ഒരേ സീരിയൽ നമ്പർ കണ്ട. ഇതെല്ലാം സെയിം. ഇത് അടിച്ചിരിക്കുന്ന മില്യൺ കണക്കിന് പീസ് അടിച്ചിരിക്കുന്ന ഒരേ സീരിയൽ നമ്പർ, ഒരേ നമ്പർ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ GG850 ഇതെല്ലാം സെയിം അല്ലേ? കളക്ഷന് വേണ്ടി മാത്രമല്ല, ഇത് ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത്. ഇത് ഇന്ത്യക്കാരെ ഇറക്കിയിരിക്കുന്നതായിരിക്കും. മഹാത്മാഗാന്ധിജിയുടെ ചിത്രം ഇത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം. ഇതും നമുക്ക് ഡോളർ ടച്ച് ചെയ്തിട്ട് ഒരാൾക്ക് ഡോളർ അറിയാൻ പറ്റും. ഒരു പക്ഷേ എന്റെ കയ്യിൽ ഡോളർ ഉണ്ടെങ്കിൽ ഡോളർ കാണാൻ വഴിയില്ല. പിന്നെ ഞാൻ ഈ മാജിക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഡോളർ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. റിയൽ ഡോളർ ഡോളർ ഇതിപ്പോ റിയൽ $1 ആണ്. ഇതിന് പേപ്പർ ക്വാളിറ്റി തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ അമേരിക്കൻ ഡോളറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആയിരിക്കും വരുന്നത്, പച്ച കളർ ആയിരിക്കും വരുന്നത്. അതാണ് എന്റെ ഒരു പ്രത്യേകത. അറിയാൻ പറ്റും. ഇത് ഞാൻ ഈ മാജിക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ നമ്മുടെ $1 മില്യൺ സ്കാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ പറ്റിക്ക കുറവാണ്. പക്ഷേ ഈ നോർത്തിലൊക്കെ ഉള്ള ആളുകളോട് മെയിൻ സ്ഥലം ആന്ധ്രാപ്രദേശ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനടുത്ത് ആന്ധ്രാപ്രദേശ്, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ. വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണും. അത് നമുക്കൊരു 20 രൂപ പ്രിന്റ് ചെയ്യാവുന്നുള്ള സർട്ടിഫിക്കറ്റ്. 1 മില്യൺ കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് അമേരിക്ക പോകാൻ പറ്റുന്നത്, മാറാൻ പറ്റുന്നില്ല, ഇന്ത്യ മാറില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുണ്ടാക്കി അവരുടെ 1-2 ലക്ഷം രൂപ ഇത് ഈട് കൊടുത്തു. അങ്ങനെ ഈടായിട്ട് ഇത് അവിടെ ഈട് വെച്ചിട്ട് പിന്നെ വാങ്ങിച്ചവനെ കാണത്തില്ല, ഈടും കാണത്തില്ല. ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് പണക്കാരുണ്ട്. അപ്പൊ അവരെ പല രീതിയിൽ ഇപ്പൊ ഈ റെഡ് മെർക്കുറി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇരടിയോ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ ഒരു സ്കാമിൽപ്പെട്ട ഒരു സാധനമാണ്. യാതൊരു വിലയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇവിടെ തീർന്നു. കാരണം ഇനി ആരെങ്കിലും ഇതുപോലെ വരുവാണ് ഓർത്തോണം. വീഡിയോ നമ്മൾ ഉൾപ്പെടെ ഒരുപാട് വീഡിയോ ഇതിനെ കുറിച്ച് ചാനൽ ചെയ്തിട്ടുണ്ട്. $1 മില്യൺ. എന്നാൽ ഹിന്ദിയിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ചുമ്മാതെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിടുന്നുണ്ടല്ലേ? ഒത്തിരി തട്ടിപ്പുകൾ.